അടുക്കളയിൽ ചെന്നപ്പം കുഞ്ഞ് ചായ കേട്ടു. ഗോവിന്ദൻ ചായ ഉണ്ടാക്കുമായിരുന്നല്ലോ, എന്തിനാ ബുദ്ധിമുട്ടിയെ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. പാലും പഞ്ചസാരയും ഒക്കെ പാകമാണോ? നല്ല ചായ. രാത്രി അച്ഛന് അസുഖമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, നല്ലപോലെ ഉറങ്ങി. ഇനി ഉണർന്നിട്ടില്ല. ഉണർത്തണ്ട. എനിക്കൊന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ എത്തണം. ഞാനിപ്പോ കാപ്പ് റെഡിയാക്കാം. ഗോവിന്ദേട്ടാ, കാപ്പിക്ക് എന്താണ് ഉണ്ടാക്കുന്നത്? ഇഡ്ഡലിക്ക് മാവ് റെഡിയായിട്ടുണ്ട്. ഞാനും അടുക്കളയിലേക്ക് വരാം. അത് വേണം. ഇതാ വരുന്നു അച്ഛാ. അച്ഛൻ ഉണർന്നു. രാവിലെ കഴിക്കുന്നത് പാലാണ്. അതിന് പാല് വാങ്ങിക്കാൻ ബൂത്തിൽ പോണം. അവിടെ ഇരുന്നത് ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. എന്താ അച്ഛാ? കുറച്ച് ചൂടുവെള്ളം. വയറ് വല്ലാതെ വേദന ആരംഭിക്കുമോ എന്നൊരു സംശയം. പാലിപ്പോ കൊണ്ടുവരും. അച്ഛൻ ഇത്ര നേരത്തെ ഉണരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, ഇപ്പൊ കുറച്ച് ചൂടുവെള്ളം തരും. ഡോക്ടർ അദ്ദേഹത്തിന് ഇന്ന് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോണമത്രേ. ഗോവിന്ദൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയതാ. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഗോവിന്ദനെ പാൽബൂത്തിലേക്ക് അയച്ചു. അച്ഛൻ ഉണരുന്നതിന് മുൻപ് പാല് തിളപ്പിക്കണമെന്ന് കരുതിയതാ. അതെന്തിനായിരുന്നു മോളെ? അദ്ദേഹത്തിന് ധൃതി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനു ഗോവിന്ദനെ അയച്ചു? ചെല്ല്, വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ആഹാര കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ സമയത്തിനായില്ലെങ്കിൽ ഒന്നും കഴിക്കാതെ അങ്ങ് പോകും. ചെല്ല്. ശരി അച്ഛൻ. കാപ്പി കുടിക്കാറായോ? ഇല്ല, അച്ഛൻ താമസിച്ചേ കാപ്പി കഴിച്ചു. ഓഹോ, എനിക്കിന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണം. ഗോവിന്ദൻ പാല് വാങ്ങാൻ പോയിരിക്കുകയാണ്. ഞാൻ എടുത്ത് കഴിച്ചോളാം. സാരമില്ല. ഇത് കൊള്ളാം. എന്നെ ഔട്ടാക്കുവോ? നമസ്കാരം സാർ. സൗഖ്യമാ അച്ഛനാ? നമ്മുടെ അനൗൺസ്മെന്റ് എന്തായി ഡോക്ടർ സാർ? അപ്പോഴേക്കും എന്റെ ആത്മാവ് ഈ ബോഡിയിൽ നിന്നും നേരെ സ്വർഗ്ഗലോകത്ത് പോയിരിക്കും. ഒന്ന് യാത്ര കൂട്ടാൻ ഈ പേപ്പർ കമ്മിനറി. സാർ, ഞാൻ സാധാരണ ഓഫീസിൽ ഐസാർസി എന്ന് പറയാറുണ്ട്. അതുപോലെ ആയി പോകുന്നുള്ളൂ. തീർച്ചയായും കിട്ടുമല്ലോ. സാർ, ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ, പ്ലീസ് യു ഫോളോ മീ. നമ്മുടെ ആ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അവനും അക്കത്ത് ബെത്തുകാരനും ഡെയിലി ചാരായം കുടിക്കുന്നു. മാത്രമല്ല ഡോക്ടർ, കൂടെ എന്റെ വൈഫ് അലമേലവനെ നോക്കി കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ക്ലാസ് ഒരാഴ്ച എടുക്കാമല്ലോ. ഭർത്താവിനോട് സ്കൂട്ടർ പതുക്കെ ഓടിക്കാൻ പറഞ്ഞു. പറയാനുണ്ട്. പകലൊന്നും വേദനയില്ല, രാത്രിയാകുമ്പോഴാണ് കൂടുതൽ വേദന. ഈ സുഖന്റെ ലക്ഷണം അതാ. ഡോക്ടർ, ഇതെന്താണ്? നമ്മുടെ രാജ്യമാണ് കുട്ടിച്ചോറായിട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ രാജ്യം ഇനിയും എങ്ങോട്ട് പോകുന്നു എന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ? നേതാവിന് ഇപ്പോ ആവശ്യം അല്പം വിശ്രമമാണ്. അസുഖങ്ങൾ അവ നമ്മുടെ സ്ഥൂല ശരീരത്തെ അല്ലേ ബാധിക്കുകയുള്ളൂ. സൂക്ഷ്മ ശരീരത്തെ തൊടാൻ അവനാവില്ല. ആത്യന്തിക വിശകലനത്തിന് സൂക്ഷ്മ ശരീരമല്ലേ പ്രധാനം. എൽക്കിഞ്ചിൽ ശരീരം നാസ്തി ആത്മാ സത്യം ജഗന്മിച്ച. ആശ്വാസമില്ലേ? സത്യത്തിൽ അല്പം വ്യത്യാസമുണ്ട്. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. എന്റെ കോസുകാരുടെ വിളിപോലെ ആയിരുന്നു. ഡോക്ടർ, ടെസ്റ്റ് റെഡി. പ്രൊഫസർ കാണണമെന്ന് പറഞ്ഞു. ശരി ശരി, പറയാം. കുഞ്ഞെ, ഡോക്ടർ അദ്ദേഹത്തിന്റെ ഫോൺ ഉണ്ടായിരുന്നു. പേവാട് റെഡിയായി. ഉടനെ പുറപ്പെട്ടിയല്ല. എന്താ വേഗം റെഡിയാകും മോളെ. ഡോക്ടർ, ഒരു നിമിഷമില്ല ഡോക്ടർ. ഇങ്ങനെയാണ് ഞാൻ പോയതല്ലേ. എന്താ രണ്ടുപേരും എന്നെ കൊല്ലു. എന്റെ അമ്മോ. പൽസ കൊച്ചു പൽസ ഇവിടെ വരും. എന്താണ് മിടുക്കന്റെ പേര്? ഗുഹരാജ്. ഗുഹരാജ്, ഗുഹയുടെ രാജൻ. അതായത് സിംഹോ.
കേട്ടോ, അക്ഷാർത്ഥയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു താപസനാണ് നാം. ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് തീരെ രസിക്കുന്നില്ല. കാട്ടുഫലങ്ങളും അതായത് ഫലമൂലാദികളും ആട്ടിൻപാലും മാത്രമാണ് നമ്മുടെ ഭക്ഷണം. അത് ആശ്രമത്തിലേ കിട്ടുകയുള്ളൂ സ്വാമികളെ. ഈ ലോകം മുഴുവൻ ഒരു ആശ്രമമായി കണക്കാക്കുന്നതാണ്. അതാണ് രാഷ്ട്രീയം. അവിടെ തന്നെയാണ് സ്വാമികൾക്ക് അടിസ്ഥാനപരമായി പാളിച്ച സംഭവിച്ചത്. ഒന്ന്, അതായത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഏത് തത്വസംഹിതയ്ക്ക് അടിസ്ഥാനമായാണോ മുന്നോട്ട് പോകുന്നത്, അതേ തത്വസംഹിതയ്ക്ക് അടിസ്ഥാനമായാണ് ആ രാജ്യത്ത് ജനങ്ങളുടെ ഭക്ഷണം പോലും നിയന്ത്രിക്കപ്പെടുന്നത്. ശിവശിവ ശിവശിവ, ഇതെത്ര കാലമായി കേൾക്കാൻ തുടങ്ങി. അതാണ് രാഷ്ട്രീയം. ഇത് ഞങ്ങളുടെ സ്വന്തം ആൾക്കാർ. ഓ, അപ്പൊ തന്റെയും സ്വന്തം? അതെ, ഡോക്ടർ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അലി. ഞങ്ങളെ പോലെയല്ല, നിക്കാഹ് 4 കഴിഞ്ഞു. ഇപ്പൊ ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 24 hours ആശുപത്രിയിൽ. വീട്ടിൽ പോകുന്നില്ല. സാറേ, ഇയാൾക്ക് എന്നെ കാണുമ്പോഴൊക്കെ കളിയാക്കണം. കൂശുമ്പേ, ഇത്ര വയസ്സായിട്ടും ഒരു കൊച്ചിന്റെ തന്തയാകാൻ കഴിയാഞ്ഞതിന് ഞാനാണോ ഉത്തരവാദി? അത് എനിക്ക് ഈ ജന്മം വേണ്ട. മനസ്സുമാറ്റി കിടന്ന് ഉറങ്ങാമല്ലോ. അതെ, ചത്ത് കിടക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ലെന്ന് വെച്ചോ. അതിന് ചത്തിട്ട് വേണ്ടേ? ഡാക്ടർ അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഞാൻ ചാവില്ല. എനിക്ക് മരണമില്ലടോ. വേണ്ട ഗോവിന്ദ, ഗോവിന്ദൻ മരിക്കണ്ട. ഗോവിന്ദൻ ചിരഞ്ജീവിയായിരിക്കും. അതെ, ഡാക്ടർ അദ്ദേഹത്തിന് ലഞ്ച് ഉണ്ടാക്കണം. ഞാൻ പോയിട്ട് വരാം. ഓ, അപ്പൊ അലി, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എപ്പോഴും ഈ മുറിയുടെ നിറയിൽ തന്നെ കാണും. ഞാൻ പോയിട്ട് വരാം. ശരി, ഗോവിന്ദൻ പോയിട്ട് വരും. പിന്നെ വരാം കുഞ്ഞെ. എന്താ സ്വാമി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ, നമ്മുടെ പേവാട് പ്രശ്നം അണ്ടർ കൺസിഡറേഷൻ. അത് ഉടനെ ശരിയാവും സ്വാമി. ഞാൻ ചത്ത ഉൾപ്പാട് തന്നെ പേവാട് കിട്ടുമെന്ന് തോന്നുന്നു. தேவால படுத்தானா உடம்பு நன்னாகுமா? நீங்க பேசாம வந்து படுங்க. படுங்க. எவ்வளா என் பொண்டாட்டி கைய தொழுவையெல்லாம் 60 கட்டவரே. போடா, இந்த பெட்டு பக்கத்துல வராத. போடா போடா. என்ன கைக்கு பாக்குற நீ? ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? നീ കുറച്ച് ആളേക്ക് ശ്രദ്ധിച്ച. അവിടെയൊക്കെ എങ്ങനെയുണ്ട്? സൗകര്യമുണ്ടല്ലോ. ഇതിൽ കൂടുതൽ സൗകര്യം എന്ത് വേണം? ഇരിക്കും. ടെസ്റ്റൊക്കെ നോക്കി. കഴിഞ്ഞ 5 വർഷമായി ടെസ്റ്റുകൾക്കും ചികിത്സകൾക്കും മാത്രമേ എനിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. എന്ത് ടെസ്റ്റായാലും വേണ്ടില്ല. ഈ വേദനയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെട്ടു. രോഗം പെപ്റ്റിക് അൾസർ തന്നെയാണ്. ഞങ്ങളുടെ പ്രൊഫസറുമായി ആലോചിച്ചു. ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓപ്പറേഷൻ കൂടിയ തിരുവോ ഡാക്ടർ? രോഗം മാറണ്ടേ? ഓപ്പറേഷൻ ചെയ്യുന്നതിൽ എനിക്ക് ഭയമുണ്ടായിട്ടല്ല. ശാന്തിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അച്ഛന്റെ രോഗം ഭേദമാകണമെന്നല്ലേ ശാന്തിയുടെ ആഗ്രഹം. എന്താ മോളെ? ഓപ്പറേഷൻ കൂടാതെ കഴിക്കാൻ സാധിച്ചെങ്കിൽ. ഓപ്പറേഷനെ ഓർത്ത് ഇത്ര ഭയപ്പെടാൻ എന്തിരിക്കുന്നു? കുറെ നാളുകളായി കുടുംബത്തിൽ കഷ്ടകാലം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതുമായി. ശാന്തിക്ക് ശക്തി കൊടുക്കേണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഇതോടെ എല്ലാ കഷ്ടകാലവും അവസാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ. ഞാൻ എല്ലാം ഡാക്ടറെ ഏൽപ്പിക്കുന്നു. എന്താ മോളെ? പേടിക്കാനൊന്നുമില്ല. പ്രൊഫസർ തന്നെ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മോൾക്ക് ആരുമില്ല. ഈ ലോകത്ത് അവൾ ഒറ്റയ്ക്ക്. അപ്പോ മകൾക്കല്ല, അച്ഛനാണ് പേടി. മരിക്കാൻ പോലും എനിക്ക് ഭയമില്ല ഡാക്ടർ. പക്ഷെ എന്റെ മകൾ. ആവശ്യമില്ലാതെ അവരെ കൂടി പേടിയാക്കരുത്. ഇതിൽ വിഷമിക്കാനൊന്നുമില്ല. കഴിയുന്നിടത്തോളം വേഗം ഈ ഓപ്പറേഷൻ അങ്ങ് നടത്താം. എന്താ? സർ, വാർഡ് നമ്പർ 7 നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിന് ഫിക്സ് വന്നിരിക്കുന്നു. വളരെ സീരിയസ്. പെട്ടെന്നാ ഉണ്ടായത്. ഞാനിപ്പോ വരാം.
ഇന്ന് ആരെയാ ഞാൻ കാഴ്ച കണ്ടത്? ഞാനാണല്ലോ വിളിച്ചുണർത്തിയത്. തന്റെ മനസ്സിൽ ദുഷ്ടവിചാരമല്ലേ ഉണ്ടായിരുന്നു? ദുഷ്ടവിചാരമോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഇന്നൊരു നശിച്ച ദിവസം. കുറുപ്പ് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അച്ഛനും മകൾക്ക് ഇങ്ങനെയെന്നില്ല ഭയം. പിന്നെ ഒരുവിധ സമാധാനമൊക്കെ പറഞ്ഞ് അല്പം ധൈര്യപ്പെടുത്തിയപ്പോഴാണ് 7-ാം നമ്പർ വാർഡിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യന്റ് മരിച്ചത്. കുറുപ്പ് അദ്ദേഹം ശാന്തി കുഞ്ഞിൽ അറിഞ്ഞോ? അതല്ലേ കഷ്ടമായത്. ശാന്തി ആകെ ഭയന്നിരിക്കുന്നു. കുറുപ്പ് അദ്ദേഹത്തിന്റെ ധൈര്യവും പോയി. ഓപ്പറേഷൻ കൂടാതെ മാർഗവുമില്ല. കുറുപ്പ് അദ്ദേഹത്തിന് അപകടം വല്ലതും? പ്രത്യേകിച്ച് അസുഖം തോന്നുന്നില്ലല്ലോ. ഇവളുടെ മനപ്രയാസം കാണുമ്പോ ഇങ്ങനെ വിഷമിച്ചാലോ? ഓപ്പറേഷൻ ആകെ 2 മണിക്കൂർ, പിന്നെ അരമണിക്കൂർ കഴിയുമ്പോ ബോധം തെളിയുകയും ചെയ്യും. ഓപ്പറേഷൻ ഇത്രയേ ഉള്ളൂ എന്ന് കാണുമ്പോ മകളുടെ വിഷമം താനെ മാറിക്കൊള്ളും. എന്റെ മകൾ തരിച്ചേ ഉള്ളൂ. അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് അടുത്തതാണ്. വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതിലോട്ട് കിടക്കും. ഹരി, പ്രീ മെഡിക്കേഷനിലേക്ക് കൊണ്ടുപോകും. ശാന്തി, ശാന്തി ഇവിടെ ഇരുന്നോളൂ. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയാണ്. അച്ഛൻ അവർക്ക് വിഷമിക്കുന്നു. ഞങ്ങളെ വിശ്വസിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞാലുടൻ ഞാൻ വിവരമാണ്. ധൈര്യമായി. ആ കരയാണ്. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല. ഒരു അരമണിക്കൂറിനകം അദ്ദേഹത്തെ മടക്കിക്കൊണ്ടു. ശിവ 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 ശിവ. ഇത് തട്ടിപ്പോകുന്നാണ് തോന്നുന്നത്. നാട്ടില് കുഴിയെ നിൽക്കുമ്പോ അങ്ങനെയൊന്നും പറയല്ലേ. നാളെ വത്സനെയും ഇതുപോലെ കൊണ്ടുപോകുമ്പോ ആളുകൾ പറയും. എന്നെ പറ്റി എന്ത് പറയാനാ സ്വാമി? എനിക്കിനി ഒരു പോക്കേ ഉള്ളു, അവസാനത്തെ പോക്ക്. അതേ പറ്റിയായി പറഞ്ഞത്. എന്താ സമാധാനമായോ? മാറി നിൽക്കും. അവർക്കറിയാം അവരെടുത്ത് കെട്ടിക്കും. ചിലപ്പോ ദാഹം തോന്നിയെന്ന് വരും. നാവ് നനയ്ക്കാൻ ഐസ് പീസ് മാത്രം കൊടുത്താൽ മതി. വേദന തോന്നുന്നു എന്ന് പറഞ്ഞാൽ സിസ്റ്ററിനെ അറിയിക്കും. മോർഫിയ കൊടുക്കാൻ ഞാൻ ഏർപ്പാടി. ഞാൻ വൈകുന്നേരം വന്ന് കാണും. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ആയിരുന്നു. താനെന്താ രണ്ട് പെണ്ണുമ്പോൾ നോക്കി കരുതാൻ പാടുന്നത്? മനസ്സിൽ കൂടെ തോരമായിട്ട് കിടക്കണ്ടേ? തമസോമാ ജ്യോതിർഗമയ അസതോമാ സൽഗമയ മൃത്യോമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ നല്ല വലവേദനയുണ്ടോ? എന്നതാ ഇവിടുത്തെ ഒരല്പം കടിച്ചാട്ടെ, ഒരവൾസം കടിച്ചാട്ടെ. രാഷ്ട്രീയം എവിടെ നിന്ന് കിട്ടി?
ഞാൻ ചെല്ലുന്നിടത്ത് എന്റെ രാഷ്ട്രീയം എന്റെ കൂടെ വരും. പക്ഷെ എപ്പോഴും ഇവിടെ തന്നെ ഞാൻ എപ്പോഴും ഇവിടെ കാണും. ആവശ്യമുള്ളപ്പോ ചോദിച്ചാൽ മതി. എന്റെ കയ്യിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ലല്ലോ. കുറച്ചു മുൻപ് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. സിസ്റ്റർ മോർഫിയ കൊടുത്ത ശേഷം ഒന്ന് മയങ്ങി. ഇരിക്കൂ ഡോക്ടർ. കാപ്പി വേണ്ടേ? നല്ല കാപ്പി. താങ്ക്സ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് ടെലിഫോൺ ചെയ്യാൻ ആലിയോട് പറഞ്ഞാൽ മതി. എന്ത് കാപ്പിയാ പോകുന്ന ഇത്? പതിവായിട്ടുള്ളത് തന്നെ. ഒരു രസവും തോന്നുന്നു. ആ വാർഡിൽ പോകുമ്പോ ശാന്തി കാപ്പി വെച്ചു. എന്ത് നല്ല കാപ്പിയാന്നറിയോ? ഇതേ കാപ്പിപ്പൊടി തന്നെ ഞാൻ മാർക്ക് കൊടുക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. കൈപുണ്യമായിരിക്കും. കായ്പുണ്യം താൻ സൂക്ഷിച്ചു ചേർക്കണം. ശ്രമിക്കാം. വേറെ കൂട്ടി നോക്കട്ടെ. വേണ്ട, കുറുപ്പദ്ദേഹത്തിന്റെ കയ്യിലടിച്ചു. സ്റ്റിച്ചസൊക്കെ എടുത്തു. താമസിയാതെ പോവാം. വത്സേ നിൽക്കൂ. നിന്റെ ദുഃഖങ്ങൾ നാം മനസ്സിലാക്കും. നീ ചഞ്ചലപ്പെടാതിരിക്കും. നീ ദുഃഖിക്കാതിരിക്കും. നിന്റെ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്നത് ഒരു പുത്രദുഃഖമല്ലേ? ஆமா சாமி, உங்களுக்கு எப்படி தெரியும்? ஒரு குழந்தைக்கா நான் எவ்வளவு கஷ்டப்படுறேன் அந்த கடவுளுக்கு தான் தெரியும். നിനക്ക് നാം ഇഷ്ടസന്താനലബ്ധി മന്ത്രം ഉപദേശിക്കാം. അത് രാത്രിയുടെ 3-ാം യാമങ്ങളിൽ 1 മാസക്കാലം ഉരുവിട്ടാൽ നിനക്ക് അർജുനനെ പോലെയുള്ള ഒരു മകന് ലഭിക്കും. கடவுளே, நீயாதான் இந்த சாமியாரை என்கிட்ட அனுப்பிச்சிருக்கேன். இன்னையோட என் கஷ்டம் எல்லாம் தீர்ந்தது. 2 കാലം തൊട്ട് നമസ്കരിക്കൂ. சாமி, அந்த மந்திரம் கொஞ்சம் சொல்லிக் கொடுக்குறீங்களா? വത്സേ, സന്താനലബ്ധി മന്ത്രം ഒരു മഹാമന്ത്രമാണ്. അമാവാസി ദിവസം എല്ലാവരുടെയും ദൃഷ്ടിവശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി രാത്രിയുടെ 3-ാം യാമത്തിലെ അത് ഉപദേശിക്കാവൂ. മാത്രവുമല്ല, അന്ന് ത്രിസന്ധ്യ മുതൽ മൗനവ്രതവും ആചരിക്ക വേണം. ഇങ്ങനെയാണോ രോഗം അന്വേഷിക്കുന്നത്? ഒന്ന് വന്നിട്ട് എത്ര ദിവസമായി? ഞാൻ പലപ്പോഴും വന്നിരുന്നു. കുഞ്ഞിനോട് ചോദിച്ചു നോക്കണം. അന്ന് എപ്പോഴും ഉറക്കമായിരുന്നല്ലോ. ഉറക്കമല്ല, മയക്കം. കുത്തി കുത്തി കയ്യിൽ ഇനി കുത്താൻ സ്ഥലമില്ല. ചില നേഴ്സുമാര് കുത്തിവെച്ച ഭയങ്കര തരിപ്പ. ഞാൻ സമ്മതിച്ചേ. അയ്യോ, അങ്ങ് ചിരിക്കാൻ പാടില്ല. കയ്യിൽ ഇളക്കിയതല്ലേ ഉള്ളൂ. അവിടെ അതങ്ങനെ ഒട്ടിയിരിക്കുക. അനങ്ങരുത്. 2 ദിവസത്തിനും പോകാമെന്ന് കേട്ടു. എല്ലാം ഡോക്ടർ ബാലകൃഷ്ണന്റെ സാമർഥ്യം. ഞങ്ങൾ പോയാലും ഗോവിന്ദൻ ചേട്ടൻ ഞങ്ങളെ മറക്കില്ലല്ലോ. എങ്ങനെ മറക്കും? എന്റെ മാർക്കറ്റ് പോയില്ലേ? അതെന്താ? ഇപ്പം കാപ്പിട്ട് കൊടുത്ത ഡോക്ടർ അദ്ദേഹത്തിന് പിടിക്കുന്നു. ഗോവിന്ദനായകന്റെ കാപ്പിയല്ലേ? ഞാനും കുറെയൊക്കെ കുടിച്ചിട്ടുണ്ട്. പാവം ഡോക്ടർ അദ്ദേഹം എങ്ങനെ സഹിക്കുന്നെന്ന് അറിയില്ല. ഞാൻ പോണു. ഉള്ള വീടിയും വലിച്ചു വലിച്ച് നാക്കിന് രുചിയും കളഞ്ഞ് നടക്കുന്നു. എനിക്കെന്തറിയാം? ഇവിടെ വന്ന് ശാന്തി കുഞ്ഞിന്റെ കാപ്പി കുടിച്ച് കുടിച്ച് എന്റെ കാപ്പി കുടിക്കുമ്പോൾ രുചിയില്ലെന്നാ ഞാൻ പറഞ്ഞു വന്നു. അതേ, പെണ്ണുങ്ങളുടെ കൈകൊണ്ട് കൂട്ടുന്ന കാപ്പി അങ്ങനെ. ഇവിടെ താൻ 4 കാപ്പി ഒത്തിച്ച് കുടിക്കുന്നവനെ. ഓ, എന്റെ 4 ഭാര്യ പേരുണ്ടാകുന്ന കാപ്പി ഒരുപോലെയാണ്. അവിടെ പഴങ്ങഞ്ഞി വെള്ളമാകാനേ. എന്ത് കുന്തം ആയിക്കോട്ടെ, ഇത് അതല്ല. ശാന്തി കുഞ്ഞിന്റെ കൈപ്പുണ്യമാണ്. അത് എല്ലാവർക്കും കിട്ടുന്നൊന്നുമില്ല. എന്തിന്? എന്റെ മാർക്കറ്റ്. അപ്പോ ഞാൻ വലിയ ദ്രോഹമാണല്ലേ ചെയ്തത്? സാരമില്ല, നാളെ ഞങ്ങൾ പോകുമല്ലോ. നാളെ തന്നെ പോകും. നാളെ രാവിലെ പോകും.
ഗോവിന്ദൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരണം, ഡാക്ടറെ കൂട്ടി കൊണ്ടുവരണം. പിന്നെ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഒരിക്കലും മറക്കാനാവില്ല. എണീറ്റ് സംസാരിക്കുകയാണോ? വീട്ടിൽ പോയാലും വിശ്രമിക്കാമെന്ന് പറഞ്ഞ ആളെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. എല്ലാം എന്റെ ഡയലോഗായിരുന്നു. സഹിക്കാൻ ആ വിഷമം. 4 ഭാര്യമാരെയും 18 മക്കളെയും സഹിക്കാം, എന്നെ സഹിക്കാൻ പറ്റുള്ളൂ. ഒന്ന് കിടക്കാം, ഞാൻ ചെക്കപ്പ് ചെയ്തേ. വത്സരം വരൂ 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 വരൂ. കാന്തൻ നിദ്ര പ്രാപിച്ച ത്രിസന്ധ്യ മുതൽ മൗനവ്രതമല്ലേ? മന്ത്രത്തിന് മുമ്പ് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്. അതായത് ആദ്യമായി ഈ മായയെ അകറ്റണം, അതായത് അയഥാർത്ഥത്തെ വലിച്ചെറിയണം. മായ അതായത് വസ്ത്രങ്ങൾ അത് ഉപേക്ഷിക്കും. യഥാർത്ഥം അതായത് ശരീരം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അയഥാർത്ഥമായ കവചങ്ങൾ ഉപേക്ഷിക്കണം, അതായത് വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണം. ഈ രാജ്യത്തെ സംഘീയ തൊഴിലാളികൾക്കും അയ്യോ 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 ഞാൻ വേണമെങ്കിൽ മൗനവ്രതം എടാ വൻ ഗുഹയെ ഒന്ന് ഓടി പിടിയടാ. തമ്മിലൊക്കെ പിടിച്ചാ മതി, എന്നാ പിടിക്കണ്ട. എന്നെ ആക്കി അലമേലും പോയിട്ട് എനിക്ക് ഒരേ ഒരു കൊണ്ടാട്ടിലാ ഇരുന്നത്. നീ പോയിട്ട് ഉനക്ക് എന്നെ ആച്ച് ഒന്നും ആച്ചില്ല. ആ ഹിമാലയനില്ലേ, അവൻ വന്നിട്ട് ആനമേലിനെ ഉപദ്രവിക്കാൻ തുണിഞ്ഞാച്ചു. ഞങ്ങൾ രക്ഷിക്കാൻ മന്ത്രം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടെത്തി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. முதல்ல சேலையை சுத்தரி. இங்க ஒரு நிமிஷம் இருக்க கூடாது. இரு வெட்டி படுக்கிறது போயா. தேவாதாவது மண்ணா கட்டியாரு தூக்கேடு தூக்கடா தூக்கடா மயில்சு தானே அப்படியே இருக்கணும். മനസ്സിലെ വികാരങ്ങൾ പകർത്താൻ വാക്കുകൾക്ക് പൂർണ്ണ ശക്തിയില്ല ഡാക്ടർ. 5 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന നരകവേദയിൽ നിന്നാണ് അങ്ങനെ രക്ഷിച്ചത്. വാക്കുകൾ കൊണ്ട് കൃതജ്ഞത പറഞ്ഞാൽ അത് നന്ദിയിടാവും, അതുകൊണ്ട് പറയുന്നില്ല. എന്നുമെന്നും ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്രയേ ഉള്ളൂ. അതിന് അങ്ങ് ഇത്രയൊക്കെ കടപ്പെടാൻ? അനേകം ഡാക്ടർമാരെ കണ്ടിട്ടുള്ളവരാണ് ഞാൻ. ഏറെ പറയണ്ടല്ലോ, എന്റെ അനന്തരവന്റെ കത്തിലൂടെ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചു. വേണ്ട വരങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടി. എന്റെ മുജ്ജന്മ പുണ്യമായി. വീട്ടിൽ പോയാലും ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. സമയത്തിന് ആഹാരം, മരുന്നുകൾ ഞാൻ എഴുതി തന്നൊക്കെ കയ്യിലുണ്ടല്ലോ. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ചിട്ടകൾക്കൊന്നും യാതൊരു തെറ്റും വരുത്തരുത്. ഒരു 6 മാസത്തേക്ക് വളരെ സൂക്ഷിക്കണം. ശാന്തി വേണം അച്ഛനെ കൊണ്ട് ചിട്ടകളൊക്കെ പാലിപ്പിക്കുക. ഇനി എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അങ്ങയുടെ വീട്ടിലേക്ക് വരാമല്ലോ. അതെന്റെ അങ്ങനെ ചോദിക്കാൻ? എനിക്ക്
കൂടെ കൂടെ കാണണമെന്ന് തോന്നിയേക്കും. ഒരു മകനുണ്ടായിരുന്നത് എന്നേക്കുമായി വിട്ടുപിരിക്കും. ഡാക്ടറെ കാണുമ്പോൾ എനിക്ക് അവന്റെ ഓർമ്മ വരുന്നു. അവൻ പണങ്ങി വന്നതുപോലെ. എന്നെ അങ്ങനെ തന്നെ കരുതിക്കൊള്ളൂ. എപ്പോ വേണമെങ്കിലും അങ്ങേക്ക് എന്റെ അടുത്ത് വരാം. എന്ത് സേവനവും ആവശ്യപ്പെടാം. എന്റെ ഭാഗ്യം. രാഹുകാലം തുടങ്ങാനായെന്ന് തോന്നുന്നു. ഉൾപ്പെടാമല്ലോ. എന്നാൽ ഉടനെ തന്നെ